മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല? ഈ ഡാം ശരിക്കും പൊട്ടിത്തകരാനായി നിൽക്കുകയാണോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രവും ഇതുവരെയുള്ള നിയമ പോരാട്ടങ്ങളും വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണിതെന്ന്. നമുക്കാദ്യം ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. എന്നാൽ ഇതിന്റെ പൂർണ്ണ നടത്തിപ്പവകാശം തമിഴ്നാട് സർക്കാരിനാണുള്ളത്. അതിന്റെ കാരണം 1886 അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയും തിരുവിതാംകൂർ മഹാരാജാവും തമ്മിൽ നടന്ന ഒരു കരാറാണ്. ആ കരാർ പ്രകാരം പെരിയാർ പ്രോജക്ടിന് വേണ്ടി 8000 ഏക്കർ നിലം ബ്രിട്ടീഷ് ഇന്ത്യയുടെ മദ്രാസ് പ്രസിഡൻസിക്ക് 999 വർഷങ്ങൾക്ക് ലീസായി നൽകപ്പെട്ടു. തിരുവിതാംകൂർ മഹാരാജാവിന് താല്പര്യമില്ലാതിരുന്നിട്ടും ഫോഴ്സ് ചെയ്താണ് അദ്ദേഹത്തെ കൊണ്ട് ആ കരാർ അംഗീകരിപ്പിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് ഡാമിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടെങ്കിലും 1895 152 ഫീറ്റ് കപ്പാസിറ്റിയുള്ള ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായി. ഈ ഡാം കാരണം തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ കൃഷിക്കായുള്ള ജലസേചനം നടത്താൻ സാധിക്കുന്നുണ്ട്. ഒപ്പം 490 മില്യൺ യൂണിറ്റ്സ് വൈദ്യുതിയും ഇതിൽ നിന്ന് തമിഴ്നാട് സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1970 തമിഴ്നാടും കേരളവും പഴയ കരാറിൽ വലിയ മാറ്റം വരുത്താതെ പുതിയ ചില കാര്യങ്ങൾ ആഡ് ചെയ്തു. അത് പ്രകാരം കേരളത്തിന് അവിടുത്തെ മത്സ്യബന്ധനത്തിനുള്ള അവകാശം കിട്ടി, തമിഴ്നാടിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശവും കിട്ടി. വാർഷിക വാടകയായി വെറും 10 ലക്ഷം രൂപ തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിന് കൊടുക്കണമെന്നും തീരുമാനമായി. അന്നത്തെ കേരള സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയൊരു കരാറിന് തയ്യാറായെന്ന് അറിയില്ല. കാരണം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വലിയ നഷ്ടമുള്ള ഒന്നാണത്. തമിഴ്നാടിനാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനമുള്ള ഒന്നും. 1970 കരാർ അംഗീകരിച്ചതിലൂടെ കേരളം സ്വാതന്ത്ര്യത്തിന് മുന്നേ എഴുതപ്പെട്ട 1886 കരാർ അംഗീകരിച്ചതായും കാണപ്പെട്ടു. ആ ബ്ലണ്ടർ പിന്നീടുള്ള നിയമ പോരാട്ടങ്ങളിൽ കേരളത്തിനൊരു വിനയാവുകയും ചെയ്തു. 1979 ആദ്യമായി ഡാമിന്റെ സുരക്ഷയെപ്പറ്റിയുള്ള ആകുലത കേരള സർക്കാർ ഉന്നയിക്കുന്നത്. അതനുസരിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു റിവ്യൂ നടത്തുകയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള 3 തലത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം വെള്ളത്തിന്റെ ലെവൽ 152 ഫീറ്റിലേക്ക് ഉയർത്താനുള്ള അനുമതി നൽകുകയും ചെയ്തു. 1998 തമിഴ്നാട് സർക്കാർ മാറ്റങ്ങൾ വരുത്തിയെന്നറിയിച്ചതിനു ശേഷം വെള്ളത്തിന്റെ ലെവൽ 152 ഫീറ്റ് ആക്കാൻ തീരുമാനിച്ചു. എന്നാൽ കേരള സർക്കാർ അതിൽ തൃപ്തരായിരുന്നില്ല. കുറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2006 സുപ്രീം കോടതി വെള്ളത്തിന്റെ ലെവൽ 142 ഫീറ്റായി ഉയർത്തുന്നതിൽ കുഴപ്പമില്ല എന്ന് കൽപ്പിച്ചു. ആ വിധിക്ക് 15 ദിവസത്തിന് ശേഷം കേരള സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഷോർട്ടായി 2006 ആക്ട് എന്നറിയപ്പെടുന്ന ആ നിയമപ്രകാരം സംസ്ഥാനത്തിലെ ഡാമുകളെ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡീകമ്മീഷൻ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുള്ളതായി കേരള സർക്കാർ അവകാശപ്പെട്ടു. അതുപ്രകാരം വെള്ളത്തിന്റെ ലെവൽ കേരളം 136 ഫീറ്റിലേക്ക് കുറച്ചു. എന്നാൽ തമിഴ്നാട് സർക്കാർ കേരളത്തിന്റെ 2006 ആക്ട് വാലിഡ് അല്ല എന്ന അവർക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും 2014 നേടിയെടുത്തു. ഇനി നമുക്ക് സ്പെസിഫിക് ആയി ഡാമിന്റെ സേഫ്റ്റിയെ പറ്റി സംസാരിക്കാം. കേരളം ഡാമിന്റെ സുരക്ഷയെ പറ്റി പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, ഈ ഡാമിന്റെ ഒറിജിനൽ കാലാവധി 50 വർഷമാണ്. എന്നാൽ ഇപ്പോൾ 120-ലധികം വർഷങ്ങളായി ഈ ഡാം പ്രവർത്തിക്കുന്നു. അടുത്തത്, പഴയ ടെക്നോളജി പ്രകാരമാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഡാമിന്റെ 62% ലൈം സുർക്കി കോൺക്രീറ്റ് ആണ്. അതിൽ ലൈമിന് വലിയ രീതിയിലുള്ള ലീച്ചിങ് നടന്നിട്ടുണ്ടെന്നാണ് കേരള സർക്കാർ വാദിക്കുന്നത്. അടുത്തത്, ഭൂമി കുലുക്കങ്ങൾ ഡാമിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. 2009 കേരള സർക്കാരിന്റെ ആവശ്യപ്രകാരം IIT റൂർക്കി നടത്തിയ പഠനത്തിൽ പറയുന്നത് 136 ഫീറ്റ് ലെവൽ വെള്ളമുള്ളപ്പോൾ പോലും റിക്ടർ സ്കെയിലിൽ 6.5 മാഗ്നിറ്റ്യൂഡുള്ള ഭൂമി കുലുക്കത്തെ അതിജീവിക്കാൻ ഡാമിന് കഴിയില്ല എന്നാണ്. കൂടാതെ മറ്റു കുറെ സ്ട്രക്ചറൽ പ്രശ്നങ്ങളും അവർ ഡാമിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം വെള്ളപ്പൊക്കം ഡാമിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന കേരളത്തിന്റെ ആശങ്കയെയും IIT റൂർക്കിയുടെ പഠനം ശരിവെച്ചു. കേരളത്തിന്റെ ആവശ്യപ്രകാരം 2006 സുപ്രീം കോടതി ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ ഒരു എംപവേർഡ് കമ്മിറ്റിയെ നിയമിച്ചു. എന്നാൽ കോടതി നിയമിച്ച ഈ എംപവേർഡ് കമ്മിറ്റി കണ്ടെത്തിയത് കേരളത്തിന്റെ വാദങ്ങൾക്ക് എതിരെയാണ്. അതായത് മുന്നേയുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കണ്ടെത്തലുകളെ അംഗീകരിക്കുന്ന തരത്തിൽ. ഒപ്പം റെഗുലറായി ഡാം ഇൻസ്പെക്ട് ചെയ്യാനും എമർജൻസി സാഹചര്യങ്ങളിൽ സഹായിക്കാനും ഒരു 3 അംഗ സൂപ്പർവൈസറി കമ്മിറ്റിയെ കോടതി നിയമിക്കുകയും ചെയ്തു. എന്നാൽ കേരള സർക്കാർ ഈ കമ്മിറ്റികളുടെ കണ്ടെത്തലുകളിൽ തൃപ്തരായിരുന്നില്ല. 2009 മറ്റൊരു പോംവഴിയായി പുതിയൊരു ഡാം നിർമ്മിക്കാനുള്ള അഭിപ്രായം കേരള സർക്കാർ മുന്നോട്ട് വെച്ചു. അതിന്റെ നിർമ്മാണ ചെലവ് കേരള സർക്കാർ തന്നെ വഹിക്കുകയും കൂടാതെ തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകുകയും ചെയ്യുമെന്നും പറഞ്ഞു. മാത്രമല്ല എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ഒരു സജഷൻ കൂടിയായിരുന്നു അത്. എന്നാൽ തമിഴ്നാട് സർക്കാർ അത് അംഗീകരിച്ചില്ല. ഒരുപക്ഷെ പുതിയ ഡാം പണിതാൽ മുല്ലപ്പെരിയാർ ഡാമിന് മേലുള്ള അതേ അധികാരം അവർക്ക് കിട്ടില്ല എന്ന കാരണം കൊണ്ടായിരിക്കാം അവരതിന് സമ്മതിക്കാത്തത്. ചുരുക്കത്തിൽ ത്രൂ ഔട്ട് കേരള സർക്കാർ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ കാരണങ്ങൾ രണ്ടായിരിക്കാം. ഒന്ന്, കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി കണ്ടെത്തിയതുപോലെ ഡാമിന് ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തേത്, കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി വേണ്ട രീതിയിൽ പഠനങ്ങൾ നടത്തിയില്ല. അല്ലെങ്കിൽ കേരള സർക്കാരിന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതിലേതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്ത് തന്നെയായാലും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ജേർണൽ ആർട്ടിക്കിളുകളും വാർത്തകളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചില ആശങ്കകളുണ്ട്. അതിലാദ്യത്തേത്, 50 വർഷം കാലാവധിയുള്ള ഈ ഡാം ഇപ്പോൾ തന്നെ 120 വർഷത്തിലധികം
വർഷത്തിലധികമായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഡാമിന് ഒരിക്കലും ഡീകമ്മീഷനിങ്ങിന്റെ ആവശ്യമില്ലേ? തമിഴ്നാട് സർക്കാർ അവകാശപ്പെടുന്നത് അവർ ഡാമിലെ പ്രശ്നങ്ങളെ എഫിഷ്യന്റായി റിപ്പയർ ചെയ്ത് പരിഹരിക്കുന്നുണ്ട് എന്നാണ്. കേരള സർക്കാർ അതിൽ തൃപ്തരല്ലെങ്കിൽ പോലും. എന്നാൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം, ഈ ഡാം കാലാകാലം റിപ്പയർ ചെയ്ത് നിലനിർത്താൻ സാധിക്കുന്ന ഒന്നാണോ? ഏതൊരു വസ്തുവിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന സ്ഥിതിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് ഇപ്പോഴത്തെ സൂപ്പർവൈസറി കമ്മിറ്റിക്ക് എന്താണ് പറയാനുള്ളത്? ഈ അടുത്ത് പബ്ലിഷ് ചെയ്ത UN യൂണിവേഴ്സിറ്റിയുടെ ഒരു റിപ്പോർട്ടിൽ ഡീകമ്മീഷൻ ചെയ്യേണ്ട പഴയ ഡാമുകളിൽ ഒന്നായി മുല്ലപ്പെരിയാർ ഡാമിനെയും മെൻഷൻ ചെയ്തതായി കണ്ടു. ഇത് അതോറിറ്റീസ് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ലേ? അടുത്ത ചോദ്യം, കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി കേരളം ദുരിതപൂർണമായ വെള്ളപ്പൊക്ക പ്രശ്നം നേരിടുന്നുണ്ട്. ഇതുപോലെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ഒരു പുനഃപരിശോധന ആവശ്യമില്ലേ? മാത്രമല്ല, ഒരു വെള്ളപ്പൊക്കത്തിൽ മാക്സിമം എത്ര വെള്ളം ഉണ്ടാകുമെന്ന സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കാൽക്കുലേഷനിൽ കേരള സർക്കാർ ഒരിക്കലും തൃപ്തരായിരുന്നില്ല. ഈ കാര്യത്തിൽ കേരളത്തിന്റെ ആശങ്കകളെ അഡ്രസ് ചെയ്യേണ്ട ബാധ്യത സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റികൾക്കില്ലേ? അടുത്തത്, കോടതിയുടെ ഒരു ഒബ്സർവേഷൻ എന്നത് മുല്ലപ്പെരിയാർ ഡാം കവിഞ്ഞൊഴുകിയാലും അടുത്തുള്ള ഇടുക്കി ഡാമിന് ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നതാണ്. പക്ഷേ ഈ 2 ഡാമുകൾക്കിടയിലും ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ടെന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇടുക്കി ഡാമിന് വെള്ളത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയാൽ പോലും അത് ഈ 1 ലക്ഷത്തോളം ആളുകളെ അപകടത്തിലാക്കില്ലേ? അടുത്ത ചോദ്യം, സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി ഡാമിന്റെ സുരക്ഷയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ടെത്തിയപ്പോൾ IIT റൂർക്കി നടത്തിയ പഠനം നേരെ തിരിച്ചാണ് കണ്ടെത്തിയത്. ഈ ഒരു മിസ്മാച്ച് എങ്ങനെയാണ് വിശദീകരിക്കുക? സാധാരണക്കാരായ ജനങ്ങൾ ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി ഡാമിന്റെ സുരക്ഷ പഠിക്കാൻ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണോ ഉപയോഗിച്ചിട്ടുള്ളത്? ഈ ഫീൽഡിലെ എക്സ്പേർട്ടുകളെയാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? അടുത്തത്, കേരള സർക്കാർ സജസ്റ്റ് ചെയ്ത പുതിയ ഡാമിന്റെ നിർമ്മാണം ആ പ്രദേശം ഒരു പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ എത്രമാത്രം ഫീസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ 1979 മുതൽ കേരള സർക്കാർ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉന്നയിക്കുന്നുണ്ട് എന്നിരിക്കെ തമിഴ്നാട് സർക്കാർ ഇതുവരെ എന്തെങ്കിലും ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡാമിന്റെ ഡീകമ്മീഷനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണല്ലോ. ചുരുക്കത്തിൽ, തമിഴ്നാട് സർക്കാരിന്റെയും സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റികളുടെയും കണ്ടെത്തലുകളാണ് ശരിയെന്ന് തന്നെ വെക്കുക. എന്നിരുന്നാലും കേരളത്തിന്റെ ആശങ്കയെ അഡ്രസ് ചെയ്ത് ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഡീകമ്മീഷനിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്ത് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ച് എത്തിച്ചേരുന്ന പരിഹാര മാർഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ ഭീകരമായിരിക്കും കേരളത്തിന്റെ പക്ഷം ശരിയാകുന്ന ഒരു സാഹചര്യവും അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന നാശനഷ്ടവും. അതുകൊണ്ട് തന്നെ ഡാം തകരാൻ ചെറിയൊരു ശതമാനം സാധ്യതയുണ്ടെങ്കിൽ പോലും അത് അഡ്രസ് ചെയ്ത് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കേണ്ടത് തീർത്തും അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.